Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Ma'am. Good morning, ma'am. Okay, morning. Good morning, ma'am. Morning. Okay, start ചെയ്യാൻ നമുക്ക് എല്ലാവരും ജോയിൻ ചെയ്യേണ്ടേ ഉള്ളൂല്ലോ. സ്റ്റാർട്ട് ചെയ്താലോ? Okay, ma'am. Prayer ചൊല്ലട്ടെ. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. ഈ കലാലയം നമുക്കു നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. ഓക്കെ മാം. Okay. Next. Ma'am, signing പറയുകയാണ്. Hello. Okay, പറയൂ. Good morning, all. Quotes of the day. Dreams are free, but goals have a cost. Time, effort, sacrifice, and sweats. സ്വപ്നങ്ങൾ സൗജന്യമാണ്, എന്നാൽ ലക്ഷ്യങ്ങൾക്ക് വിലയുണ്ട്. സമയത്തിന്റെ വില, പരിശ്രമത്തിന്റെ വില, ത്യാഗത്തിന്റെ വില, വിയർപ്പിന്റെ വില. വേഗരാജാവ് ഹുസൈൻ ബോൾട്ടിൻ്റെതാണ് ഈ വാക്കുകൾ. അപ്പോൾ സൗജന്യമായി സ്വപ്നങ്ങൾ കണ്ട് വിലയേറിയ ലക്ഷ്യങ്ങൾ കീഴടക്കാൻ നിങ്ങൾക്കും കഴിയട്ടെ. താങ്ക് യു മാം. താങ്ക് യു ഓൾ. Okay. Next, signing. സൈനിങ് ഞാനാണ് അനീഷ. ഗുഡ് മോർണിംഗ് മാം. ഞാനിന്ന് സൈനിങ് ആയിട്ട് കുറച്ച് റിഡിൽസ് ആണ് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ചോദിച്ചോട്ടെ. വാട്ട് ഹാസ് ഓൺലി 2 വേർഡ്സ് ബട്ട് thousands ഓഫ് ലെറ്റേഴ്സ്? ആർക്കെങ്കിലും ആൻസർ അറിയാമോ? വാട്ട് ഹാസ് ഓൺലി 2 വേർഡ്സ് ബട്ട് thousands ഓഫ് ലെറ്റേഴ്സ്? ആൻസർ പറയട്ടെ. നമ്മള് ഇപ്പൊ അങ്ങനെ യൂസ് ചെയ്യൂല. പറയട്ടെ. പോസ്റ്റ് ഓഫീസ്. അടുത്തത് ഐ ഹാവ് എ കീസ് ബട്ട് നോ ലോക്ക്. ഐ ഹാവ് എ കീസ് ബട്ട് നോ ലോക്സ്. ഇതിപ്പോ നമ്മൾ ഒത്തിരി യൂസ് ചെയ്യുന്നുണ്ട്. ആണോ? കീബോർഡ് മൊബൈൽ ഫോൺ ആണോ? കീബോർഡ്. I can be written, I can be spoken, I can be expressed, I can be broken. Who am I? I can be written, I can be spoken, I can be expressed, I can be broken. പറയാൻ പറ്റുന്ന ക്ലൂ തായോ ക്ലൂ. ഇതൊക്കെ നമ്മളെ ഡെയിലി ഇതുമായിട്ട് എന്നും ബന്ധമുള്ള.
വേർഡ്സ് ആണോ? എന്തോ വേർഡ്സ് ആണോ? ആ വേർഡ്സാ, ഒരു ആ, വേർഡ്സ്. അപ്പൊ എനിക്കൊരു പോയിന്റ്. അല്ല, ന്യൂസ്. ന്യൂസ് ആണോ? ഓ ശരി, ഓക്കെ. ഐ ക്യാൻ ബി റിട്ടേൺ. എനിക്ക് എഴുതാൻ പറ്റും. ന്യൂസ് നമ്മൾ എഴുതത്തില്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെടാ. വേർഡ്സ് എന്നാ എനിക്ക് തോന്നി. ശരി. വാട്ട് ഡ്രസ് ഡസ് എ ഹൗസ് വെയർ? വീടുകൾ ധരിക്കുന്ന ഡ്രസ്. അഡ്രസ്. Thank you, ma'am. I welcome Ashwati ma'am leading a wonderful class and all friends are welcome. Thank you, Anisha from Kollam. എനിക്കൊന്നും കിട്ടില്ല. അത്രയുള്ള ബുദ്ധി. ഓക്കെ. അപ്പൊ ആക്ടിവിറ്റീസ് ഒക്കെ ആയിരുന്നല്ലോ. ഒരു കാര്യം ചോദിക്കട്ടെ, ക്ലാസ്സിൽ മാത്രമാണെങ്കിൽ ആക്ടിവിറ്റി ആയിട്ട് വരുന്നത്? അല്ല മാം, സൈൻ ഔട്ടിൽ ഓരോന്ന് പ്രസന്റ് ചെയ്യലുണ്ട്, സ്റ്റോറിയും കേട്ടു. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു ആക്ടിവിറ്റി? ഒരു ഡോട്ട് വെച്ചിട്ടായിരുന്നു അല്ലേ? അത് പിന്നെ ഗ്രൂപ്പിൽ ഇട്ടിട്ട് എല്ലാവർക്കും വീഡിയോ ആയിട്ട് വിട്ടുതന്നിരുന്നു. ക്ലിയർ ആയി? അപ്പൊ ഡൗട്ട് ക്ലിയർ. ഓ ഓക്കെ. ഇനി എന്താ? പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ? ഇല്ല മാം. ഇല്ല മാം, സ്റ്റാർട്ട് ചെയ്യാം. പോയാലോ? ആക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞു, ടോക്കിംഗ് നമ്മൾ സംസാരിച്ചു, എല്ലാം കഴിഞ്ഞു. ഒരു ക്ലാസ്സിലേക്ക് പോവാലോ അല്ലേ? ഓക്കെ മാം. ഓക്കെ. 2 ദിവസം കണ്ടായി ഞാൻ ഈ ചാപ്റ്റർ വെച്ചിരിക്കുന്നു. അതുവരെ ഹോംവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമില്ല. ഓക്കെ. അപ്പൊ ഇന്ന് ക്ലാസ് മാത്രമേ ഉള്ളൂ, വേറെ ഒരു വിശേഷവും ഇനിയില്ല. ഓക്കെ. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാവുന്നതാണ്. ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും. സോ ഇനി യൂണിറ്റ് 3 the verb system in English എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. noun and pronoun എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞു. എക്സാമ്പിൾ, മോക്ക് ടെസ്റ്റ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഡൗട്ട് കാര്യങ്ങളൊന്നുമില്ല. ഓൾറെഡി ഫിനിഷ്. ഓക്കെ. നെക്സ്റ്റ് വെർബ് ആണ്. ഒരു സെന്റൻസിൽ നമുക്ക് ആവശ്യമുള്ളത് വെർബ് കൂടെയാണ് അല്ലെ? സബ്ജക്റ്റ് ആവശ്യമാണ്, കൂടെ തന്നെ വെർബ് ആവശ്യമാണ്. വെർബ് എന്താണ്? നമ്മുടെ ഒരു പ്രവൃത്തി, ചെയ്യുന്ന ഒരു ക്രിയയോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയോ ആണ് വെർബ് എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ നോക്കി ഒരു വെർബ് സിസ്റ്റം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൽ ഓർഡിനറി വെർബ് ഉണ്ട്, ഹെൽപ്പിംഗ് വെർബ്സ് ഉണ്ട്. ഓക്കെ. അതിൽ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്ന ആ ഒരു പോർഷൻ നമ്മൾ ഇപ്പോ നോക്കുന്നില്ല. ഓക്കെ. നമ്മൾ ഈ കാണുന്ന ഈ വെബ്സൈറ്റിലുള്ള പോർഷൻ മാത്രമാണ് നോക്കുന്നത്. അതായത് ഓർഡിനറി വേർബ്സിനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഹെൽപ്പിംഗ് വെർബ് ഇപ്പൊ എടുക്കുന്നില്ല. അത് ടെൻസ് എടുക്കുന്ന ടൈമിൽ ഞാനത് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ എടുത്തു കഴിഞ്ഞാല് മൊത്തത്തില് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അതിന്റെ ആവശ്യമില്ല. ടെൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഈ ഹെൽപ്പിംഗ് വെർബ് ഞാൻ എടുക്കുന്നതായിരിക്കും. ഓക്കെ. ഇനി മിസ് അത് എടുത്തില്ലല്ലോ ഇതെടുത്തില്ലല്ലോ എന്ന് പറയണ്ട. വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട്. ഹെൽപ്പിംഗ് വെർബിൽ പെടുന്ന പ്രൈമറി ഹെൽപ്പിംഗ് വെർബും മൊഡാൽ വെർബും ഇതെല്ലാം ഞാൻ ടെൻസ് എടുക്കുന്ന ടൈമിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. ഇപ്പൊ പറഞ്ഞ കൂടുതൽ ഡൗട്ട് വരെയുള്ളൂ മനസ്സിലാകും. ഓക്കെ. സോ നമ്മൾ ഇപ്പൊ പറയുന്നത് ഓർഡിനറി വെർബ്സ് ആയ റെഗുലർ വെർബ്, ഇറഗുലർ വെർബ്, ട്രാൻസിറ്റീവ് വെർബ്, ഇൻട്രാൻസിറ്റീവ് വെർബ് ഇത് മാത്രമേ നമ്മളിപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുള്ളൂ. ഈ ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഈ ചാപ്റ്റർ കഴിയും. മനസ്സിലായോ? പിന്നെ അങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മള് ഏകദേശം ഇംഗ്ലീഷ് ഹാസ് 2 kinds of verb കണ്ടോ? അവിടുന്ന് ഈ കാണുന്ന ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്ന ഒരു കണ്ടോ ഫസ്റ്റ് 41 പേജില് സ്റ്റാർട്ട്. അതായത് പ്രൈമറി ആൻഡ് മൊഡാലിലേക്ക് കടക്കുന്നില്ല നമ്മള്. അപ്പൊ ഇത്രയും പോർഷൻ നമ്മൾ എടുക്കുന്നില്ല. മനസ്സിലായോ? ഇത്രയും പോർഷൻ നമ്മൾ എടുക്കുന്നില്ല. അത് വെറുതെ വിട്ടുകളയാണ്. കാരണം ഇത് എടുത്തു കഴിഞ്ഞാല് ടെൻസ് ആയിട്ട് കുറച്ച് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് ടെൻസ് പഠിക്കാതെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് പോർഷൻ മാത്രമേ ഈ ചാപ്റ്ററിൽ എടുക്കുന്നുള്ളൂ. ടെൻസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയോ? യെസ്. ഓക്കെ. അപ്പോ വെർബ് സിസ്റ്റത്തില്
എന്താണ് ഓർഡിനറി വേർബ് ഉണ്ട്, ഹെൽപ്പിംഗ് വേർബ് ഉണ്ട് അല്ലെ, സോറി റെഗുലർ വേർബ് ഉണ്ട്, ഇറഗുലർ വേർബ് ഉണ്ട്. ഇത്രയും പോർഷൻ വെറുതെ സിമ്പിൾ ആയിട്ട് ഞങ്ങളുടെ നോട്ടിൽ ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പഠിപ്പിക്കുന്നത്. ഇന്നത്തെ ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോ വെർബ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഒരു പ്രവൃത്തിയാണ് വെർബ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങള് മ്യൂട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളുടെ ഈ ചാപ്റ്ററില് റെഗുലർ വെർബ്, ഇറഗുലർ വെർബ്, ട്രാൻസിറ്റീവ് വെർബ്, ഇൻട്രാൻസിറ്റീവ് വെർബ് ഇത്ര മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. സോ ഞാൻ ഇവിടെ രണ്ട് എക്സ്ട്രാ കൂടെ പറയുന്നുണ്ട്, ആക്ഷൻ വെർബ്, സ്റ്റേറ്റ് വെർബ്. നിങ്ങൾക്ക് അത് എക്സാം വൈസ് ഇത് ഉണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ രണ്ട് വെർബ് ഇവിടെ പറയുന്നത്. ബാക്കിയെല്ലാം നിങ്ങളുടെ പോർഷനിൽ ഉള്ളതാണ്. അപ്പോ വെർബിൽ തന്നെ നമുക്ക് ആക്ഷൻ വെർബ് ഉണ്ട്, സ്റ്റേറ്റ് വെർബ് ഉണ്ട്. വെർബ് എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയാണ്. അപ്പോ ആക്ഷൻ വെർബ് എന്ന് പറയുന്നത് നമുക്ക് ഫിസിക്കലി ചെയ്യുന്ന, അല്ല ഫിസിക്കലി ആക്ഷനിലൂടെ ചെയ്യുന്ന എല്ലാ വെർബിനെയും നമ്മൾ ഫിസിക്കൽ വെർബ് എന്നാ പറയുന്നത്. അതായത് നമ്മൾ ഡാൻസ് കളിക്കുന്നതും ഓടുന്നതും ചാടുന്നതും ഡ്രൈവ് ചെയ്യുന്നതും നമ്മുടെ ഫിസിക്കലി നമ്മൾ അനങ്ങി ചെയ്യുന്ന എന്ത് കാര്യങ്ങളും അത് ഫിസിക്കൽ വെർബാണ്, അതായത് ആക്ഷൻ വെർബാണെന്ന് പറയാം. A verb is a word that indicates a physical action. It's called action verb. Okay? Is it clear? Okay. Then state verb. State verb എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അതില് ആക്ഷൻ വെർബിന്റെ കാര്യം ഒന്നും ഉണ്ടാകില്ല. ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. I feel happy today. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതില് ആക്ഷൻ വെർബ് ഇല്ല, പക്ഷെ അത് സ്റ്റേറ്റ് വെർബ് ആണെന്ന് പറയും. മനസ്സിലായോ? ഐ ഫീൽ ഹംഗ്രി, അതും ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എനിക്ക് വിശക്കുന്നു എന്നാണ്, അത് ഒരു സ്റ്റേറ്റ് വെർബ് ആണ്. മനസ്സിലായോ? അപ്പൊ ആക്ഷൻ വെർബ് എന്താണെന്നും സ്റ്റേറ്റ് വെർബ് എന്താണെന്നും ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഒന്നുകൂടി പറയാം മാം. അതായത് നിങ്ങൾ ഇപ്പോ ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? എഴുതിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ആക്ഷൻ വെർബാണോ സ്റ്റേറ്റ് വെർബാണോ എഴുതിക്കൊണ്ടിരിക്കുന്നത്? ഫിസിക്കലി ഒരു ആക്ഷൻ അവിടെ നടക്കുന്നുണ്ട് അല്ലെ? ഇനി എന്താണ്? ഡാൻസ് കളിക്കുന്നതോ? പാട്ട് പാടുന്നതോ? ആക്ഷൻ വെർബ്. ആക്ഷൻ വെർബ്. ഓക്കെ. എന്താണ്? എന്താണ്? അപ്പോ ഐ ഫീൽ സ്ലീപ്പി അങ്ങനെ പറയുമ്പോ ഐ ഫീൽ സ്ലീപ്പി എന്ന് പറയില്ലല്ലോ. തെറ്റാണത്. ഹാപ്പി എന്ന് പറഞ്ഞ അങ്ങനെയാണോ മാം? ഐ എം ഹാപ്പി, ഐ എം എ ടീച്ചർ, ഞാൻ ടീച്ചർ ആണ് എന്ന് പറയുന്ന ഒരു ആക്ഷൻ വെർബ് ആണോ? സ്റ്റേറ്റ് വെർബ് അല്ലേ? സ്റ്റേറ്റ് വെർബ് ആണ്. നിങ്ങൾ സ്റ്റുഡന്റ് ആണ്, യു ആർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാല് ഷീ ഈസ് ഡോക്ടർ. ഓക്കെ. ഷീ ഡ്രൈവ്സ് എ കാർ. ആക്ഷൻ വെർബ്. ആക്ഷൻ വെർബ്. ആക്ഷൻ വെർബ് മനസ്സിലായോ? ഓടിയത് മാം. എന്തോ? She went to temple. She went to temple. State verb or action verb? She went to temple. She is going to temple എന്ന് പറയുകയാണെങ്കിൽ കറക്റ്റ് ആണ്, ആക്ഷൻ വെർബ് ആണ്. ഓക്കെ. മറ്റേത് went to temple എന്ന് പറയുമ്പോൾ പോയി എന്നാണ്. പോയി. മറ്റേത് പോകുന്നു എന്ന് വരും. അത് ടെൻസ് പറയുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. സോ ഇത്രയും മനസ്സിലാക്കാം. ഫിസിക്കലി ഒരു ആക്ഷൻ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ, ഫിസിക്കലി നമ്മളൊരു പ്രവൃത്തി അവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആക്ഷൻ വെർബാണ്. ഒരു പ്രവൃത്തിയും അവിടെ ഫിസിക്കലായിട്ട് ഒരു പ്രവൃത്തിയേ ഇല്ല, ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണെങ്കിൽ ഇത് സ്റ്റേറ്റ് വെർബാണ്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. എക്സാമിന് ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും എക്സാമിന് ഉണ്ടാവില്ല. ഞാൻ എക്സ്ട്രാ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. വെർബ് പഠിക്കുമ്പോൾ എല്ലാം ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. അതിനുവേണ്ടി ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ.
ഇനി അടുത്തത് ട്രാൻസിറ്റീവ് വെർബ് ഇൻട്രാൻസിറ്റീവ് വെർബ്. അതായത് a transitive verb that requires a direct object to complete its meaning in a sentence. അതായത് ഒരു ഒബ്ജക്റ്റിന്റെ സഹായത്തോടെ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആകുന്നുണ്ടെങ്കിൽ അത് ട്രാൻസിറ്റീവ് വെർബ് ആണ്. She ate the cake എന്ന് പറയുന്ന സെന്റൻസ്, she ate the cake എന്ന് പറയുന്ന സെന്റൻസിൽ ഏതാണ്? ate is a transitive verb and the cake is a direct object. മനസ്സിലായോ? ഇപ്പോ I opened the door എന്ന് പറയുന്ന ഒരു സെന്റൻസിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടോ? ഒബ്ജക്റ്റ് ആണ്. അപ്പോ അവിടെ ഒബ്ജക്റ്റ് ഇല്ല എന്ന് വിചാരിക്കുന്നു. I opened എന്ന് പറഞ്ഞ സെന്റൻസ് കംപ്ലീറ്റ് ആകുമോ? No, ഇല്ല. ma'am. അപ്പൊ സെന്റൻസ് കംപ്ലീറ്റ് ആയത് ആ ഒബ്ജക്റ്റ് ആയ ഡോറിന്റെ സഹായത്തോടു കൂടിയാണ്, അല്ലെ? അപ്പോ ആ സെന്റൻസിലെ ഓപ്പൺ എന്ന് പറയുന്ന ആ ഒരു വേർഡ് ട്രാൻസിറ്റീവ് വെർബ് ആണ് എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആയി? ഒരു സെന്റൻസിൽ എന്തെങ്കിലും ആ ഒരു സെന്റൻസിൽ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് ഉള്ള ഒരു സെന്റൻസ് ആണ്. ആ ഒബ്ജക്റ്റിന്റെ സഹായത്തോടെ ആ സെന്റൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ സെന്റൻസിലുള്ള വെർബിനെ നമ്മൾ ട്രാൻസിറ്റീവ് വെർബ് എന്നാണ് പറയുന്നത്. She sent a letter. ഒബ്ജക്റ്റ് ഏതാണ്? Letter. ട്രാൻസിറ്റീവ് വെർബ് ഏതാണ്? Send. ട്രാൻസിറ്റീവ് വെർബ്. He bought a car. Bought a transitive verb. Car object, bought transitive. Object car, bought transitive verb. She painted the wall. Wall object, painted transitive verb. Paint. Yes. അടുത്തത് we arrived in the afternoon. അവിടെ ഒബ്ജക്റ്റ് ഉണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ ഇവിടെ ഇൻട്രാൻസിറ്റീവ് വെർബ് ഏതാണ്? Arrived ആണോ? Arrived. അതെ. അപ്പോ ട്രാൻസിറ്റീവ് വെർബ് എന്താണെന്ന് ഇൻട്രാൻസിറ്റീവ് വെർബ് എന്താണെന്ന് മനസ്സിലായോ? Yes, ma'am. Your dog barks a lot. ഒബ്ജക്റ്റ് ഏതാണ്? Object ഇല്ലല്ലോ. ഒബ്ജക്റ്റ് ഇല്ല. അപ്പോൾ ഇൻട്രാൻസിറ്റീവ് വെർബ് ഏതാണ്? I was sleeping. Sleeping. Sleeping intransitive verb. Sleeping His grandmother laughed. Laughed intransitive verb. അപ്പോ ഏതെങ്കിലും ഒരു ട്രാൻസിറ്റീവ് വെർബ് ഐഡന്റിഫൈ വിച്ച് ഈസ് ട്രാൻസിറ്റീവ് വെർബ് ഒരു ഓപ്ഷൻ തരാണെങ്കിൽ സെന്റൻസിൽ ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന് നോക്കാം. ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ സെന്റൻസിലുള്ള വെർബ് ട്രാൻസിറ്റീവ് വെർബും ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ ആ സെന്റൻസിലെ വെർബ് ഇൻട്രാൻസിറ്റീവ് വെർബും ആണെന്ന് മനസ്സിലാക്കാം. ക്ലിയർ ആയോ? അപ്പോ ഒരു കാര്യം ചെയ്യാം, നോട്ട്ബുക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത്, ട്രാൻസിറ്റീവ് വെർബ് എന്താണെന്നും ഇൻട്രാൻസിറ്റീവ് വെർബ് എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ നോട്ടിലെ മലയാളത്തിലോ ഇംഗ്ലീഷിലോ എഴുതി വെക്കാനോ. ഓക്കെ? തന്നിരിക്കുന്ന സെന്റൻസിൽ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ, ഒബ്ജക്റ്റിന്റെ സഹായത്തോടെ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ സെന്റൻസിലെ വെർബിനെ ട്രാൻസിറ്റീവ് വെർബ് എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ തന്നിരിക്കുന്ന സെന്റൻസിൽ ഒബ്ജക്റ്റ് ഇല്ലാതെ ഒബ്ജക്റ്റിന്റെ സഹായത്തോടെ അല്ലാതെ സെന്റൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ സെന്റൻസിലെ വെർബിനെ ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് വിളിക്കുന്നു എന്ന് എഴുതി വെക്കുക. ഓക്കെ? ഇങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ക്ലിയർ ആണോ?
എഴുതി കഴിയുമ്പോ പറയണം കേട്ടോ. മാം ഒന്നുകൂടെ പറയോ? മാം ഇൻട്രാൻസിറ്റീവ് വെർബ് ഒന്നുകൂടെ പറയോ? ഓക്കെ, ഞാൻ ആദ്യം മുതലേ പറയാം. ഫസ്റ്റ് ട്രാൻസിറ്റീവ് വെർബ്. തന്നിരിക്കുന്ന സെന്റൻസിൽ തന്നിരിക്കുന്ന സെന്റൻസ് ഒബ്ജക്റ്റിന്റെ സഹായത്തോടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ സെന്റൻസിലെ വെർബിനെ ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ വിളിക്കുന്നു എന്ന് എഴുതാം. Then intransitive verb, തന്നിരിക്കുന്ന സെന്റൻസ് ഒബ്ജക്റ്റിന്റെ സഹായത്തോടെ അല്ലാതെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ സെന്റൻസിലെ വെർബിനെ ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നു. ഓക്കെ, ടെക്സ്റ്റിലെ പേജ് നമ്പർ ആണെങ്കിൽ ഐ തിങ്ക് 40. പക്ഷെ ഞാനിപ്പോ പറഞ്ഞത് ടെക്സ്റ്റിൽ ഉള്ളതല്ല കേട്ടോ. മാം ഒന്ന് സ്ക്രോൾ ചെയ്യാവോ മാം? സ്ക്രീൻഷോട്ട് എടുത്തോട്ടെ, പുറത്താണ്, നോട്ട് എഴുതാൻ പറ്റുന്നില്ല. ഓക്കെ, എഴുതി കഴിഞ്ഞ എല്ലാവരും? ആ മാം കഴിഞ്ഞു. അടുത്തത് റെഗുലർ ആൻഡ് ഇറഗുലർ വെർബ്. ഓക്കെ, നമ്മൾ ട്രാൻസിറ്റീവും ഇൻട്രാൻസിറ്റീവും കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷമുള്ളത് റെഗുലർ ആൻഡ് ഇറഗുലർ വെർബ് ആണ്. അപ്പോ റെഗുലർ വെർബ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഒരുപാട് വെർബ്സ് ഉണ്ട്. ഇപ്പൊ കണ്ടോ, പ്ലേ, വർക്ക്, ജമ്പ്, ഇതെല്ലാം വെർബ് ആണ്. ഈ വെർബിന് 3 ഫോംസ് ഉണ്ട്, V1, V2, V3 ഫോം എന്ന് പറയും. ഓക്കെ, ആ V2 V3 ED വെച്ചാണ് പോകുന്നതെങ്കിൽ പ്ലേ, പ്ലേഡ്, പ്ലേഡ്, വർക്ക്, 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 ജംപ്, 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 വാച്ച്, 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 പുൾ, പുൾഡ്, പുൾഡ്, ED വെച്ചാണ് പോകുന്നത്. ഒരേ പാറ്റേൺ ആണ് അല്ലെ, ഇത് ഫോളോ ചെയ്യുന്ന ഒരേ പാറ്റേൺ ആണ്. അങ്ങനെ പോകുന്ന എല്ലാ വെർബിനെയും നമ്മൾ റെഗുലർ വെർബ് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ED വെച്ച് പോകുന്ന എല്ലാ വെർബിനെയും റെഗുലർ വെർബ് എന്നാണ് പറയുന്നത്. ഇനി മാം വെർബ് എന്നാണോ പറഞ്ഞത്? എന്തോ മാം ഒന്നുകൂടി പറയോ? ED വെച്ച് പോകുന്നത് എന്നാണോ പറഞ്ഞത്? അതെ, ED വെച്ച് ഒരേപോലെ V2ഉം V3യും. ഇപ്പോ പ്ലേ എന്ന് പറയുന്ന വെർബ് എടുക്കുകയാണെങ്കിൽ അതിന്റെ V2ഉം V3 എങ്ങനെയാണ്? പ്ലേഡ്, പ്ലേഡ് എന്നാ പറയാം. വോക്ക് ആണെങ്കിൽ വോക്ക്ഡ്, വോക്ക്ഡ്. വെറുതെ ED വെച്ചിട്ടാണ് പോകുന്നത്. ഓക്കെ, V2ഉം V3യും സെയിം ആയിട്ട് തന്നെയാണ് പോകുന്നത്. സ്റ്റോപ്പ്, സ്റ്റോപ്ഡ്, റിമൂവ്, റിമൂവ്ഡ്, റിമൂവ്ഡ് എന്ന് തന്നെയാ വരാം. അപ്പൊ ഇതേപോലെ പോകുന്ന എല്ലാ വെർബും റെഗുലർ വെർബ് എന്ന് പറയുന്നു. ഇനി ഇറഗുലർ വെർബ് ആണെങ്കിലോ റൈറ്റ്, റൈറ്റ് എങ്ങനെയാ പറയാ? ED വെച്ചാണോ? റൈറ്റ്, റോട്ട്, റിട്ടാണ്. കം ആണെങ്കിലോ കം, അറിയില്ല. കം, കെയിം, കം. കം, കെയിം, കം എന്നാ പറയാ. ഗോ ആണെങ്കിൽ ഗോ, വെന്റ്, ഗോ. ഡ്രിങ്ക് ആണെങ്കിൽ ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്.
അപ്പോ മൂന്നും വ്യത്യാസമല്ലേ? ഈവൻ B2 B3 ഒക്കെ ഡിഫറെന്റ് അല്ലേ? ഇങ്ങനെ വരുന്ന വെർബും ഇറഗുലർ വെർബ് എന്നാ പറയും. ഒരേപോലെ പോകുന്ന വെർബിനെ റെഗുലർ വെർബ് എന്നും ഡിഫറെന്റ് ആയിട്ട് പോകുന്ന വെർബിനെ ഇറഗുലർ വെർബ് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. ചാപ്റ്റർ കംപ്ലീറ്റ്. പിന്നെ പ്രൈമറി ഹെൽപ്പിംഗ് വെർബാണ്. അതൊക്കെ ഞാൻ പറഞ്ഞുതരും, ഇപ്പോ അല്ല. നമ്മുടെ ടെക്സ്റ്റിലുള്ളതല്ലേ മാമി? ഇപ്പൊ മാമിന്റെ നോട്ടാണോ? ടെക്സ്റ്റിലോ? നമ്മുടെ ടെക്സ്റ്റിലുള്ളതല്ലേ ഇപ്പൊ ഈ റെഗുലർ വെർബും റെഗുലർ വെർബും നമ്മുടെ ടെക്സ്റ്റിലുള്ളതല്ല? ടെക്സ്റ്റിലുള്ളതാണല്ലോ. അതേതാ പേജ് നമ്പർ? ഞാൻ നോക്കിട്ട് കണ്ടില്ല. ഇതാണോ? ഈ സ്ക്രീനിൽ കാണുന്നതാണോ? അത് അത് ഞാൻ കണ്ടില്ല. ഇത് എന്റെ നോട്ടാണ് കേട്ടോ. ഞാൻ പുസ്തകം തരാൻ ഇനി ബാക്കിയില്ല. ടെക്സ്റ്റില് റെഗുലർ വെർബ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ് എന്റെ നോട്ടില്. ഞാൻ ഇപ്പൊ എന്റെ ഈ നോട്ട് അപ്ലോഡ് ചെയ്തേക്കാം. ഇവിടെ നിങ്ങൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് എല്ലാരും നോക്കൂ. ഇറഗുലർ മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? മാം ഈ ഓർഡിനറി വെർബ്സിൽ മെയിൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഈ റെഗുലർ ഇറഗുലറും പിന്നെ ട്രാൻസിറ്റീവും ഇൻട്രാൻസിറ്റീവും അല്ലേ ഉള്ളൂ? അപ്പൊ നമ്മൾ ഈ ആക്ഷൻ വെർബും സ്റ്റേറ്റ് വെർബും കോമൺ ആയിട്ട് വരുന്ന അത് കോമൺ ആയിട്ട് അങ്ങ് പഠിച്ചതാണോ അതോ അതിലെന്തെങ്കിലും? കോമൺ ആയിട്ട് പഠിച്ചതാ. ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാം. ഓക്കെ. ഞാൻ നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കിയേ. മോസ്റ്റ് ഓഫ് ദ മെയിൻ വെർബ്സ് ഫ്രം their past tense and past participle with the D or ED കണ്ടോ? they are called regular verbs. ഈ ഡിയിലോ ഇഡിയിലോ അവസാനിക്കുന്ന ഓക്കെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന വെർബ് റെഗുലർ വെർബ് എന്നും. a few verbs from their past tense otherwise they are irregular verbs. example write, go, break. write എങ്ങനെയാണ്? write wrote written ആണ്. go went gone ആണ്. ഓക്കെ, അപ്പൊ റെഗുലർ എന്താണ്, ഇറഗുലർ എന്താണ്, ഇത്രയും മാത്രമേ നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നുള്ളൂ. സോ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് എന്റെ നോട്ടിലാണ്. അടുത്തത് the main verb which take objects for completing the idea are transitive verb. transitive verb. completing the idea. ഒബ്ജക്റ്റിന്റെ സഹായത്തോടെ ഐഡിയ കംപ്ലീറ്റ് ആവുന്നുണ്ടെങ്കിൽ അത് ട്രാൻസിറ്റീവ് വെർബ് ആണെന്നാ പറയുന്നത്. if not അങ്ങനെ അല്ലെങ്കിൽ they are intransitive verb. They are intransitive which sometimes take a complement and now adjective for completing the idea. Example നോക്കിയേ. they killed the mad dog. they killed the mad dog. ഇവിടെ ഒബ്ജക്റ്റ് ഉണ്ട്. ഒബ്ജക്റ്റ് ഉണ്ടോ? they killed the mad dog. ഒബ്ജക്റ്റ് ഉണ്ടോ? ഡോഗ് ഒബ്ജക്റ്റ് ആണ്. ഡോഗ് ഒബ്ജക്റ്റ്. ട്രാൻസിറ്റീവ് വെർബ് ഏതാണ്? killed. Next, we went to the temple. Temple, object, went. Temple object. ട്രാൻസിറ്റീവ് ആവുമ്പോ അത് temple object അല്ല. വെന്റ് എന്നുള്ളതാവുമ്പോ ട്രാൻസിറ്റീവ് വെർബ്. ട്രാൻസിറ്റീവ് വെർബ് ഉണ്ടോ? ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത്. പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് പ്രൈമറി മൊഡാൽ വെർബ്, ഹെൽപ്പിംഗ് വെർബ് ആണ്. നെഗറ്റീവ് വെർബ്, പോസിറ്റീവ് വെർബിനെ നെഗറ്റീവ് വെർബ് സെന്റൻസ് ഒക്കെ ചേഞ്ച് ചെയ്യാനാണ്. ഇതൊക്കെ ചേഞ്ച് ചെയ്യാൻ പഠിക്കണമെങ്കിൽ അറിയണമെങ്കിൽ കുറച്ച് ടെൻസ് അറിഞ്ഞിട്ടാണ് ഇതിലേക്ക് പോകുന്നെങ്കിൽ നിങ്ങൾക്ക് അധികം ഡൗട്ട് വരില്ല. അല്ലാതെ ഇതിക്ക് മുന്നേ ഞാനിപ്പോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറെ ഡൗട്ട് വരും. അതിന് നല്ലത് നമ്മൾ ടെൻസ് പഠിച്ചിട്ട് ഇതിലേക്ക് വരുന്നതല്ലേ, അല്ലേ? ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. വെർബിനെ കുറിച്ച് ഇത്രയേ ഉള്ളൂ. വെർബിനെ ബേസ് ചെയ്ത് ഇത്രയും ബേസ് ചെയ്തിട്ട് ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ചിലപ്പോ നാളെ നമുക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഈ വെർബിന് ശേഷം നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോകുന്നത് ഐ തിങ്ക് ആഡ്വേർബ് ആയിരിക്കും. ആഡ്വേർബ്, അഡ്ജക്റ്റീവ്. ടെൻസ് അല്ല കേട്ടോ. ടെൻസ് നമ്മൾ പോവാറായിട്ടില്ല. അതിന് മുൻപ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. അതിനുശേഷം മാത്രമേ ടെൻസിലേക്ക് പോകാൻ പറ്റുള്ളൂ.
അല്ലാതെ ടെൻസിൽ പോയി കഴിഞ്ഞാൽ ആകെ വട്ടാകും, ഒന്നും മനസ്സിലാവില്ല, അല്ലെങ്കിൽ ടെൻസ് അറിയില്ല. അതിനിടയിൽ ഞാൻ ഒന്നും അറിയാണ്ട് ടെൻസിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലും കൺഫ്യൂഷൻ ആകുകയുള്ളൂ. ഓക്കെ, അപ്പൊ വെർബ് കഴിഞ്ഞു. വെർബിന് ശേഷം ഞാൻ എടുത്തെടുക്കുന്നത് ഞാൻ ആഡ്വേർബ് ആയിട്ട് എടുക്കുക. ആഡ്വേർബ് എന്ന് പറയുമ്പോൾ ചാപ്റ്റർ അല്ല 6ലേക്ക് പോകാം. ഇവിടുത്തെ ആഡ്വേർബിലേക്ക് പോകാം. 6 അഡ്ജക്റ്റീവ് ആണ്. അതിനുശേഷമുള്ളത് നൗൺ ഉണ്ട്, അതിനുശേഷമാണ് ആഡ്വേർബ് വരുന്നത്. അപ്പൊ 6, 7, 8 ഈ ചാപ്റ്റേഴ്സ് ആയിരിക്കും നമ്മൾ അടുത്തതിലേക്ക് പോകുന്നത് കേട്ടോ. 6, 7, 8 യൂണിറ്റ് 6, 7, 8 ആ ഒരു ഫോളോ തന്നെ പോകാം. ഓക്കെ, അതിനുശേഷം നമ്മൾ പ്രപ്പോസിഷനും കൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ടെൻസിലേക്ക് പോവുക. പെട്ടെന്ന് ടെൻസിലേക്ക് പോകാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പോ വെർബ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആണ്. ഇനി അതിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. നാളെ വെർബിന്റെ മോക്ക് ടെസ്റ്റ് ഉണ്ടാകും. അതിനുശേഷം അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചോദിക്കൂ. ക്ലിയർ ആണ്. പെട്ടെന്ന് എന്തെല്ലാം മനസ്സിലായോ? നമ്മൾ സൂപ്പർ ആണല്ലോ. മാം ഇപ്പൊ വെർബിന്റെ എല്ലാം കൂടെ ഇപ്പൊ ഈ ടെക്സ്റ്റുമായിട്ട് മിക്സപ്പ് ആയിട്ടല്ലേ മാം കിടക്കുന്നത്. അപ്പൊ ഒന്നും കൂടെ അതൊന്ന് ഹെഡ് ഒന്ന് പറയാം. ജസ്റ്റ് വെർബ്, നമ്മൾ ആക്ഷൻ വെർബ്, സ്റ്റേറ്റ് വെർബ്, ട്രാൻസ്, അങ്ങനത്തെ ആ ഒരു ഹെഡ്. അതില് ആക്ഷൻ വെർബും സ്റ്റേറ്റ് വെർബും ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ, ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നിന്റെ ടെക്സ്റ്റില് അതുമായിട്ട് ഒന്നും പറയുന്നില്ല. സോ ടെക്സ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ ട്രാൻസിറ്റീവ് വെർബ്, ഇൻട്രാൻസിറ്റീവ് വെർബ്, റെഗുലർ വെർബ്, ഇറഗുലർ വെർബ്, ഈ 4 മോക്ക് ടെസ്റ്റിന് നമുക്കിപ്പോ ഈ പറഞ്ഞ ആക്ഷൻ വെർബിന്റെ ഒക്കെ കൂടിയിട്ടുള്ള മോക്ക് ടെസ്റ്റ് ആണ് ഉണ്ടാവുക. ടെക്സ്റ്റിൽ ബേസ് ചെയ്തോളം മോക്ക് ടെസ്റ്റ് ആയിരിക്കും. റെഗുലറും ഇറഗുലർ, ട്രാൻസിറ്റീവ്, ഇൻട്രാൻസിറ്റീവ് 4നെയും വരുള്ളൂ മോക്ക് ടെസ്റ്റില്. ഓക്കെ, ഇനി എന്താണ് എന്റെ നോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ, ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? പെട്ടെന്ന് ചാപ്റ്റർ കംപ്ലീറ്റ് നിങ്ങൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ട്, അതാണ് ഇത്ര പെട്ടെന്ന് നമ്മുടെ യൂണിറ്റിൽ ചെയ്യുന്നത്. മാം എനിക്ക് ആ ഇറഗുലർ വെർബ് എന്ന് പറഞ്ഞത് എനിക്ക് നെറ്റ് കട്ടായി പോയായിരുന്നു. അതായത് പ്ലേ എന്ന് പറയുന്നത് വെർബ്. അതിന്റെ V2 V3 എന്ന് പറഞ്ഞേ, നമുക്ക് വെർബിന് 3 ഫോംസ് ഉണ്ട്. V1, V2, V3. കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്ത് പറയുകയാണെങ്കിൽ പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നാണ് അതിന്റെ കറക്റ്റ് പേര് വരുന്നത്. അതിന് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് വെർബ് V1, അതായത് ഫസ്റ്റ് ഫോം ഓഫ് ദി വെർബ്, സെക്കൻഡ് ഫോം ഓഫ് ദി വെർബ്, തേർഡ് ഫോം ഓഫ് ദി വെർബ്, ഇങ്ങനെയാണ് പറയാം. അതിനെയും കൂടി ഷോർട്ട് ആക്കിയിട്ടാണ് നമ്മൾ V1, V2, V3 എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഒറിജിനൽ നെയിം എന്ന് പറയുന്നത് പ്രസന്റ് വെർബ്, പാസ്റ്റ് വെർബ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ വെർബ് എന്നാണ് കറക്റ്റ് ആയിട്ട് ഒരു പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. നമ്മളത് ഷോർട്ട് ആക്കി V1, V2, V3 എന്നേ പറയാറുള്ളൂ. അപ്പോ പ്ലേ എന്ന് പറയുന്ന ഒരു വെർബ് എടുക്കുകയാണെങ്കിൽ അത് V2, V3 എന്തായിരിക്കും? പ്ലേഡ് അല്ലെ? ഇനി ടോക്ക് ആണെങ്കിലോ? ടോക്ക്. ഇനി അബ്സോർബ് ആണെങ്കിലോ? absorbed, അബ്സോർബ്. ഓക്കെ, വാച്ച്. ഓക്കെ, ഇപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് തോന്നുന്നത്? ED വെച്ചിട്ടാണ് അല്ലെ? ഇനി അടുത്തത് എടുക്കുകയാണെങ്കിൽ സിംഗ്. Go. Go, went, gone.
റൈറ്റ്, റൈറ്റ്, റോട്ട്, റോട്ട്, റീഡ്, റീഡ്, റെഡ് റെഡ് റീഡ് റീഡ്, റീഡ്, റീഡ് തന്നെ അല്ലേ? സ്പെല്ലിംഗ് റീഡിന് തന്നെയാണെങ്കിലും നമ്മൾ പറയുമ്പോ റെഡ് ആണ്. റീഡ്, റെഡ്, റീഡ് വരാം കേട്ടോ. ഓക്കെ, ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം? ഇപ്പൊ ഈ പറഞ്ഞ എല്ലാ വർക്കും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? എന്താണ്? 3 വ്യത്യസ്തമായിട്ടാണ് വ്യത്യാസം ചേർക്കാതെ വ്യത്യസ്തമായി പോകുന്ന വെർബ് ഇറഗുലർ വെർബ് എന്നും ഒരേപോലെ പോകുന്ന വെർബ് റെഗുലർ വെർബ് എന്നും പറയുന്നു. ഇപ്പൊ ക്ലിയർ ആയോ? ടെസ്റ്റ് എക്സാമിന് വരുമ്പോ നമുക്ക് ഇതുപോലെ ഒരു സെന്റൻസ് ഉണ്ടാക്കാനാണ് വരിക. അത് നമ്മൾ അതിന്റെ അകത്ത് നിന്ന് ഐഡന്റിഫൈ ചെയ്ത് വെർബ് ഏതാന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് വരിക. എങ്ങനെയാണ്? എന്തെങ്കിലും കണ്ടുപിടിക്കാൻ മാത്രമേ വരുള്ളൂ. എക്സ്പ്ലനേഷൻ ഒന്നും ഉണ്ടാവില്ല, കണ്ടുപിടിക്കാൻ മാത്രം. ഓക്കെ, ക്ലിയർ ആയി ക്ലിയർ ആയി. ഇത്രയേ ഉള്ളൂ. ഇത്ര സിമ്പിൾ ആണല്ലേ? ഇത്ര സിമ്പിൾ ആയിരുന്നു വെർബ് അല്ലേ? ഇംഗ്ലീഷ് വളരെ സിമ്പിൾ ആണെന്ന് ഇപ്പൊ മനസ്സിലായോ നിങ്ങൾക്ക്? ഇതിനെയാണ് നിങ്ങൾ ഇത്രയും നാളെ പേടിച്ചിരുന്നത്. ഇനി എന്താണ് എന്തെങ്കിലും പറയാനുണ്ടോ? അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണെങ്കിൽ ആ ചാപ്റ്റർ ഇപ്പൊ കംപ്ലീറ്റ് ആവും. എന്ത് ചെയ്യണം? എന്താ ചെയ്യണ്ടേ? മോക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ട് അടുത്ത ചാപ്റ്റർ പോകാം. ഓക്കെ, മോക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ട് പോവാം. ഒന്നുകൂടി പറയൂ. ഓക്കെ, ഒന്നുകൂടി പറയാം. അടുത്തേക്ക് പോകാം. നിങ്ങൾ ഒന്നിൽ ഓർച്ചു. ഒരു കാര്യം ചെയ്യാം. വെർബ് ഇപ്പൊ ഇത്രയും എടുത്തല്ലോ, എല്ലാവരും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തേ. ഓരോരുത്തരായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യൂ. അപ്പൊ ഇനിയും മനസ്സിലാവാത്തവർക്ക് അത് മനസ്സിലാവട്ടെ. ഓക്കെ, ഫസ്റ്റ് ആരാ പേര് ടെക്സ്റ്റ് ചെയ്യാണെങ്കിൽ ഞാൻ വിളിക്കാം, അല്ലെങ്കിൽ ഓരോരുത്തരായിട്ട് പറയാം. പറയുക, അതാണ് നല്ലത്. ഓരോ ചാപ്റ്ററും നമ്മൾക്ക് പഠിപ്പിച്ചിട്ട് അങ്ങനെ പോവാം. വിളിക്കാനാണ്. ഓക്കെ, ഉമ്മു ഹബീബ പറയൂ. യെസ് മിസ്. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നന്നായിട്ട് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ ട്രൈ ചെയ്യാം മാം. ഓക്കെ, വെർബ് മാം പറഞ്ഞത് അതെ, ഓർഡിനറി വെർബ് മാത്രം പറഞ്ഞാൽ മതി അല്ലേ? ഓർഡിനറി വെർബ്, അതില് ആക്ഷൻ വെർബ് ഫസ്റ്റ് മാം പറഞ്ഞത്. ആക്ഷൻ വെർബ് എന്ന് പറയുമ്പോൾ ഒരു ഫിസിക്കൽ ആക്ഷന് ഡിപ്പെൻഡ് ചെയ്തിട്ട് ഉള്ള ഒരു വെർബ് ആയിരിക്കും. ആണോ മാം? അല്ലേ? ആ ഒരു വേർഡില് ആക്ഷൻ എന്നുള്ളത് വിസിബിൾ ആയിട്ട് ഉണ്ടായിരിക്കും. അതാണ് ഫിസിക്കൽ ആക്ഷൻ. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും. അതാണ് ആക്ഷൻ വെർബ്. പിന്നെ സ്റ്റേറ്റ് വെർബ് എന്ന് പറയുമ്പോൾ അത് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ആക്ഷൻ അത് ഫിസിക്കൽ ആയിട്ട് ആക്ഷൻ ഇല്ലാതെ ഒരു സ്റ്റേറ്റ്മെന്റ് വെർബ് ആയിരിക്കും. അത് സ്റ്റേറ്റ് വെർബ്. പിന്നെ ട്രാൻസിറ്റീവ് വെർബ്, അതില് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും. അങ്ങനെയാണോ? മാം ഒരു മിനിറ്റ്. ഈ ആക്ഷൻ വെർബിന്റെയും സ്റ്റേറ്റ് വെർബിന്റെയും ഒരു എക്സാമ്പിൾസ് ഒന്ന് പറയാമോ മാം? ഓക്കെ, ഞാനാണോ? ആരായാലും മാം, ആരായാലും. ആക്ഷൻ വെർബ് ഞാൻ എഴുതിയത് വി ഈറ്റ് ഹെൽത്തി ഫുഡ്. അതില് ഈറ്റ് എന്നുള്ള ഒരു ആക്ഷൻ അതില് കാണിക്കുന്നുണ്ടല്ലോ, അതാണ് ആക്ഷൻ വെർബ്. ആൻഡ് സ്റ്റേറ്റ് വെർബ് ഐ ഫീൽ ഹാപ്പി ടുഡേ. ഓക്കെ, അതില് അങ്ങനെയാണോ മിസ്? അല്ല, ഏത് വെർബാണ്? സ്റ്റേറ്റ് വെർബും ആക്ഷൻ വെർബിലെ ഡൗട്ട് ആണെങ്കിൽ അത് അത്ര ഡൗട്ട് ഉണ്ടെങ്കിൽ വിട്ടേക്ക് കേട്ടോ. ഓക്കെ, ഞാൻ എഴുതിയത് ആക്ഷൻ വെർബ് വി ഈറ്റ് ഹെൽത്തി ഫുഡ്. അതിൽ ഈറ്റ് എന്നുള്ളത് സ്റ്റേറ്റ് വെർബിൽ ഐ ഫീൽ ഹാപ്പി ടുഡേ. ഓക്കെ, ഐ ഫീൽ. ഓക്കെ, ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാല് അതിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ആ ഒരു സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ, മീനിങ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അതിൽ ഡയറക്റ്റ് ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ എക്സാമ്പിള് ഷീ പെയിന്റഡ് ദ വാൾ. ഓക്കെ, അതിൽ പെയിന്റഡ് എന്നുള്ളത് നമ്മള് ഒരു ഡയറക്റ്റ് ഒരു വെർബ് ആണല്ലോ. വാൾ പെയിന്റഡ്. ഓക്കെ, വാൾ എന്നുള്ള ഒബ്ജക്റ്റും ഉണ്ട്, പെയിന്റഡ് എന്നുള്ള ആക്ഷനും ഉണ്ട്. അങ്ങനെയാണോ മാം? Painted the wall. She painted the wall. Okay.
ഓക്കെ. പിന്നെ ഇൻട്രാൻസിറ്റീവ് വെർബ്, അതില് ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടാവില്ല. ആ ഒരു മീനിങ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഇല്ലാത്ത ഒരു വെർബിനെയാണ് നമ്മൾ ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയാം. ഐ ഫീൽ സ്ലീപ്പി, ഞാൻ അങ്ങനെ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്, അത് ശരിയാണെന്ന് തോന്നുന്നു. ഐ ഫീൽ സ്ലീപ്പി അല്ല, ഐ വാസ് സ്ലീപ്പി, സ്ലീപ്പിംഗ്. പക്ഷേ ഞാൻ എന്താ എവിടുന്ന് എഴുതിയെന്നുള്ള എനിക്ക് അറിഞ്ഞൂടാട്ടാ. അത് ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാല് ഡയറക്റ്റ് ആയിട്ട് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവില്ല ആ വേർഡില്. അങ്ങനെ ആയിരിക്കും അല്ലെ? ഷോ, ഞാന് പകുതിക്കുന്ന ക്ലാസ് അറ്റൻഡ് ചെയ്ത ആളാണ്. അത് എനിക്ക് ഉറക്കം വരുന്നു എന്നാണ്. അല്ല, ഐ വാസ് സ്ലീപ്പിംഗ്, ഞാൻ ഉറങ്ങും ആണ്. ഞാൻ ഉറങ്ങി. ഷോ, എവിടുന്നാ എഴുതിയതുള്ള എനിക്ക് ഓർമ്മയില്ല മാം, പെട്ടെന്ന് എഴുതി. പിന്നെ റെഗുലർ വെർബ്, നെക്സ്റ്റ് ഞാൻ പറയട്ടെ. റെഗുലർ വെർബ് എന്ന് പറഞ്ഞാല് അതിന്റെ V1 V2 V3 ഫോം ED ആയിരിക്കും. അത് പ്ലേ, പ്ലേഡ്, പ്ലേഡ്. അത് അതിന്റെ V2 V3 ഫോം സെയിം ആയിരിക്കും. ഡിഫറെന്റ് അല്ലാത്ത ഒരു വെർബിനെ നമ്മൾ റെഗുലർ വെർബ് എന്ന് പറയാം. ഇറഗുലർ വെർബ് എന്ന് പറയുമ്പോൾ അത് ഡിഫറെന്റ് ആയിരിക്കും. അതിന്റെ ടെൻസ് V1 V2 V3 ഡിഫറെന്റ് ആയിരിക്കും. ഗോ, വെന്റ്, ഗോൺ, ഈറ്റ്, എയ്റ്റ്, എയ്റ്റൻ, അങ്ങനെ. ഓക്കെ മിസ്? ഇനി എത്രല്ലേ ഉള്ളൂ? റെഗുലർ വെർബ്, ഇറഗുലർ വെർബ്. റെഗുലർ വെർബ് ED, അതിന്റെ 3 V1 V2 V3 സെയിം ആയിരിക്കും. പ്ലേ, പ്ലേഡ്, പ്ലേഡ്, വാക്ക്, വാക്ക്, വാക്ക്ഡ്, ജമ്പ്, ജമ്പ്, ജമ്പ്ഡ്, അങ്ങനെ. ഇറഗുലർ വെർബ് എന്ന് പറഞ്ഞാല് അതിന്റെ 3ഉം ഡിഫറെന്റ് ആയിരിക്കും. ഗോ, വെന്റ്, ഗോൺ, ഈറ്റ്, എയ്റ്റ്, എയ്റ്റൻ, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള V1 V2 V3, അതിനെയാണ് ഇറഗുലർ വെർബ് എന്ന് പറയുന്നത്. ഓക്കെ മാം? സോറി മാം, ഞാൻ ലാസ്റ്റ് കയറിയപ്പോ എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ വന്നു. ഹലോ, പറയട്ടെ മാം. ഓക്കെ, നമ്മള് വെർബിനെ കുറിച്ചാണ് ഇന്ന് പഠിച്ചത്. വെർബ് എന്താന്ന് വെച്ചാല് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ഒരു വേർഡ്. ആ ഒരു വേർഡിനെയാണ് നമ്മൾ വെർബ് എന്ന് പറയുന്നത്. വെർബില് നമ്മള് ശരിക്ക് 2 ടൈപ്പായിട്ട് പഠിച്ചെങ്കിലും അതില് വെർബ് 6 ആക്കിയിട്ടാണ് ഇന്ന് ക്ലാസ് എടുത്തത്. ഫസ്റ്റ് ആക്ഷൻ വെർബ്, സ്റ്റേറ്റ് വെർബ്, ട്രാൻസിറ്റീവ് വെർബ്, ഇൻട്രാൻസിറ്റീവ് വെർബ്, അത്രയാണ് പഠിച്ചത്. ഇതില് ആക്ഷൻ വെർബ് എന്താന്ന് വെച്ചാല് നമ്മൾ ഫിസിക്കലി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ആക്ഷൻ വെർബ് അതിലാണ് കൂട്ടുക. എക്സാമ്പിള് ഇപ്പൊ ഞാൻ ഓടി എന്ന് പറയുമ്പോൾ അതിൽ ഓടുക എന്നുള്ളൊരു കാര്യം അത് നമ്മൾ ആക്ഷനിൽ ചെയ്യണം. നമ്മൾ ഓടുന്നത് ഇപ്പൊ ഒരു ആക്ഷൻ ആണല്ലോ. അങ്ങനെ വാക്ക്, നമ്മൾ നടക്കുക, റൈറ്റ്, നമ്മൾ എഴുതുക, ഇങ്ങനെയുള്ള നമ്മൾ ആക്ട് ചെയ്യണം, നമ്മൾ പ്രവൃത്തി ചെയ്യണ എല്ലാ കാര്യങ്ങളെയും ആക്ഷൻ വെർബിലാണ് ഉൾപ്പെടുത്തുക. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ് വെർബ് ആണ്. സ്റ്റേറ്റ് വെർബ് എന്താന്ന് വെച്ചാല് നമ്മൾ അതിലൊരു ആക്ഷൻ ഉണ്ടാവില്ല, നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ആ കാര്യം പറയാണ്. ഇപ്പോ ഐ ഫീൽ ഹാപ്പി, ഞാൻ സന്തോഷവാനാണെന്ന് പറയുമ്പോൾ ഞാൻ ഓടി എന്ന് പറയുന്നതും രണ്ടും 2 വെർബുകളാണ്. അതായത് ഓടി എന്ന് പറയുമ്പോൾ അവിടെ ഒരു ആക്ഷൻ വരുന്നുണ്ട്. ഞാൻ ഹാപ്പി ആണ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഒരു ആക്ഷൻ ഇല്ല, അതൊരു ഫീലിങ്സ് മാത്രമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നതാണ് സ്റ്റേറ്റ് വെർബ്. അതൊരു സ്റ്റേറ്റ്മെന്റ് മാത്രമായിരിക്കും. ദെൻ ട്രാൻസിറ്റീവ് വെർബ് ആണ്. ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സെന്റൻസ് കംപ്ലീറ്റഡ് ആവണമെങ്കിൽ അവിടെ ഒരു ഒബ്ജക്റ്റിന്റെ സഹായം കൂടെ ഈ വെർബിന് ആവശ്യമാണ്. ഈ ഒബ്ജക്റ്റ് ഇല്ലാണ്ട് ആ വെർബിന് ഒരിക്കലും ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല് ഐ ഓപ്പൺ ദി ഡോർ. ഇവിടെ ഡോർ ആണ് ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഞാൻ ആ വാതിൽ അടച്ചു എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അതിപ്പോ നമ്മൾ ഞാൻ അടച്ചു എന്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ വരും. ഇപ്പൊ ഐ ഓപ്പൺഡ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ പറഞ്ഞാല് തുറന്നു എന്നാണ്, മിസ്റ്റേക്ക് എന്നാണ്. ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഞാൻ തുറന്നു എന്ന് പറയുമ്പോൾ എന്ത് എന്നുള്ളൊരു ചോദ്യം വരും. അവിടെ ഒരു സെന്റൻസ് ഒരിക്കലും കംപ്ലീറ്റ് ആവണില്ല. അപ്പോ അങ്ങനെ ഒരു ഒബ്ജക്റ്റിന്റെ സഹായം ഇല്ലാണ്ട് ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത എല്ലാ വെർബ്സും ട്രാൻസിറ്റീവ് വെർബാണ്. എക്സാമ്പിൾ ഐ ഓപ്പൺ ദി ഡോർ അല്ലെങ്കിൽ ഐ ക്ലോസ് ദി ഡോർ എന്ന് വരുന്നത്. അതായത് ഒബ്ജക്റ്റ് അവിടെ ഉണ്ടാവും എപ്പോഴും. പിന്നെ ഇൻട്രാൻസിറ്റീവ് വെർബാണ്. ഇൻട്രാൻസിറ്റീവ് ശരിക്ക് ട്രാൻസിറ്റീവ് വെർബിന്റെ ഓപ്പോസിറ്റ് ആണ്. അതായത് അവിടെ ഒബ്ജക്റ്റിന്റെ സഹായം ഇല്ലാണ്ട് തന്നെ നമുക്ക് ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. അവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവില്ല, ആ സെന്റൻസിൽ ഒബ്ജക്റ്റ് ഉണ്ടാവില്ല. എക്സാമ്പിള് ഹിസ് ഗ്രാൻഡ് മദർ വാസ് ലോഫ്.
അവന്റെ അമ്മൂമ്മ ചിരിച്ചു. അവിടെ ഒരു ഒബ്ജക്റ്റ് ഇല്ല, ചിരിച്ചു എന്ന് പറയണ സംഭവം ഉണ്ടല്ലോ, അതാണ് അവിടെ വെർബായിട്ട് വരുന്നത്. പിന്നെ വരുന്നത് റെഗുലർ വെർബാണ്. റെഗുലർ വെർബും ഇറഗുലർ വെർബും കൂടെ ഒന്നിച്ച് പറയാം. നമ്മളൊരു വെർബിന് ശരിക്കും 3 ഫോം ഉണ്ട്, V1, V2, V3. 10th പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് എപ്പോഴും ഡെയിലി ഒരു കുട്ടി വന്നിട്ട് ബോർഡിൽ അത് എഴുതി വെപ്പിച്ചിരുന്നു സാറ്. അതായത് ഒരു വേർഡ് എഴുതും, അതിന്റെ V1ഉം V2ഉം V3ഉം കൂടെ എഴുതിയിട്ട് അങ്ങനെ കുറെ വേർഡ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ അതിൽ വരുന്നത് റെഗുലർ വെർബ് എന്ന് വെച്ചാല് ഇപ്പൊ V1 അല്ല V2ഉം V3ഉം ED ഫോം, അതായത് ഇപ്പൊ പ്ലേഡ് അങ്ങനെ ED വരുന്നതാണെങ്കിൽ അതൊക്കെ റെഗുലർ വെർബിലും വരും. ഇനിയിപ്പോ നമ്മുടെ V1ഉം V2ഉം V3ഉം ഡിഫറെന്റ് ആയിട്ടുള്ള 3 ഫോമിലാണ് വരുന്നത് വെച്ചാല് അത് ഇറഗുലർ വെർബിലും വരും. റെഗുലർ വെർബിന്റെ എക്സാമ്പിൾസ് പ്ലേഡ്, അബ്സോർബ്ഡ്, വാച്ച്ഡ്. ED വരുന്നതെല്ലാം റെഗുലർ വെർബും, റൈറ്റ്, റോട്ട്, റിട്ടൺ, ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്, ഗോ, വെന്റ്, ഗോണ്, ഇങ്ങനെയൊക്കെ വരുന്നത് ഇറഗുലർ വെർബായിട്ട് വരും. ഓക്കെ, മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി മനസ്സിലാവാത്ത ആരോഗ്യമല്ലോ? ഇല്ല മാം, ക്ലിയർ ആയി നന്നായിട്ട് പറഞ്ഞു. ഇല്ല മാം. ഇനി ആർക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ? ആർക്കും ഇല്ല. എക്സ്പ്ലെയിൻ ചെയ്യണോ? ആരാണ്? രേഷ്മ പറഞ്ഞു. അല്ല, ചെയ്യില്ലെങ്കിൽ കുഴപ്പമില്ല മാം. ഇല്ല, പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, പറയൂ. വെർബ് പറഞ്ഞ ഒരു പ്രവൃത്തി, അതിനെയാണ് വെർബ് എന്ന് പറയാ. അതിലെ ആക്ഷൻ വെർബ് എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ആക്ഷൻ ഉണ്ടായിരിക്കും. അതായത് നമ്മൾ ജമ്പ്, റണ്ണ്, ഡാൻസ്, റൈറ്റ്, അതൊക്കെ നമ്മുടെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആണ്. ആ ഫിസിക്കൽ ആക്ഷൻ ആ സെന്റൻസിൽ വെർബായിട്ടുണ്ടാവും. അതായത് വി ഈറ്റ് ഹെൽത്തി ഫുഡ്. പിന്നെ സ്റ്റേറ്റ് വെർബ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു എന്താണ് ഫിസിക്കൽ ആക്ഷൻ അല്ലായിരിക്കും, പക്ഷെ ഐ ഡോണ്ട് ബിലീവ് യു, അവിടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. ദെൻ ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടാവും. ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ അവിടെ ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. അതായത് ഐ ഓപ്പൺ ദ ഡോർ. ഈ ഡോർ എന്ന് പറയുന്നത് ഒബ്ജക്റ്റും ഓപ്പൺ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് വെർബും ആയിരിക്കും. പിന്നെ ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടാവില്ല. ഐ വാസ് സ്ലീപ്പിംഗ്, അവിടെ ഒബ്ജക്റ്റ് ഇല്ല, അവിടെ ഇൻട്രാൻസിറ്റീവ് വെർബ് മാത്രമേ ഉള്ളൂ. ദെൻ റെഗുലർ വെർബ് എന്ന് പറഞ്ഞാൽ V1, V2, V3 ഫോമിലാണ്. അതിൽ V2, V3 സെയിം ആയിരിക്കും, അത് ED ഫോമിലായിരിക്കും. ദെൻ ഇറഗുലർ വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1ഉം V2ഉം V3ഉം ഡിഫറെന്റ് ആയിരിക്കും. റൈറ്റ്, റോട്ട്, റിട്ടൺ, ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്, അതൊക്കെ അങ്ങനെ. താങ്ക് യു മാം. ഓക്കെ, ഇനി ആരാ? ഡെയ്സി. യെസ് മാം. വെർബ് എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വേർഡാണ് വെർബ്. ഫസ്റ്റ് ആക്ഷൻ വെർബ്. A verb is a word that indicates a physical action. ഒരു സെന്റൻസിൽ ഫിസിക്കൽ ആക്ഷൻ ഉണ്ടെങ്കിൽ അതിന് ആണ് ആക്ഷൻ വെർബ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ജംപ്, റൺ, ഡാൻസ്, ഡ്രൈവ്, റൈറ്റ്. ഇപ്പം സെന്റൻസ് എടുത്ത് പറയുകയാണെങ്കിൽ വി ഈറ്റ് ഹെൽത്തി ഫുഡ്. ഇതിൽ ഈറ്റ് ആണ് ആക്ഷൻ വെർബ്. ഷീ ക്ലോസ്ഡ് ദ ഷോപ്പ്. ഇതിൽ ക്ലോസ്ഡ് എന്നുള്ളതാണ് ആക്ഷൻ വെർബ്. അടുത്തത് സ്റ്റേറ്റ് വെർബ് എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തിയെക്കാട്ടിലും ഒരു അവസ്ഥയെ പ്രകടിപ്പിക്കുന്ന ക്രിയകളാണ്. അതായത് ചിന്തകള്, വികാരങ്ങള്, ഇതൊക്കെ അതിൽ പെടും. അതായത് എക്സാമ്പിൾ നോ, റിയലൈസ്, ഹോപ്പ്, ബിലീവ്, ഹാപ്പി, ഇതൊക്കെ സ്റ്റേറ്റ് വെർബിൽ വരുന്നതാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹി നോസ് ദ ആൻസർ. അതിൽ നോസ് എന്നുള്ളത് സ്റ്റേറ്റ് വെർബാണ്. ഐ ഡോണ്ട് ബിലീവ് യു, ഇതിൽ ബിലീവ് എന്നുള്ളതാണ് ഇതിലെ സ്റ്റേറ്റ് വെർബ്. ഇനി ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ എ ട്രാൻസിറ്റീവ് വെർബ് ദാറ്റ് റിക്വയേഴ്സ് എ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ടു കംപ്ലീറ്റ് ഇറ്റ്സ് മീനിങ് ഇൻ എ സെന്റൻസ്. ഇവിടെ ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് വേണം. ഈ ട്രാൻസിറ്റീവ് വെർബിൽ
ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒരു സെന്റൻസിൽ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടായാൽ മാത്രമേ ആ സെന്റൻസ് കംപ്ലീറ്റ് ആകത്തുള്ളൂ, അതിന്റെ മീനിങ് കംപ്ലീറ്റ് ആകത്തുള്ളൂ. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഐ ലോസ്റ്റ് മൈ കീസ്. ഇവിടെ കീസ് എന്നുള്ളതാണ് ഒബ്ജക്റ്റ്, ലോസ്റ്റ് എന്നുള്ളതാണ് ട്രാൻസിറ്റീവ് വെർബ്. അടുത്തൊരു എക്സാമ്പിൾ ഹി ബോട്ട് എ കാർ. അതിൽ കാറ് ഒബ്ജക്റ്റും ബോട്ട് എന്നുള്ളത് ട്രാൻസിറ്റീവ് വെർബും. ഈ ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുമ്പോൾ ഇൻട്രാൻസിറ്റീവ് വെർബില് കനോട്ട് ഹാവ് എ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ടു കംപ്ലീറ്റ് ദെയർ മീനിങ്. ആ മീനിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റിന്റെ ആവശ്യം ഇല്ല. എക്സാമ്പിൾ പറയുവാണെങ്കിൽ വി അറൈവ്ഡ് ഇൻ ദി ആഫ്റ്റർനൂൺ. ഇതിൽ അറൈവ്ഡ് എന്നുള്ളതാണ് ഇതിൽ ട്രാൻസിറ്റീവ് വെർബ്, ഇവിടെ ഒബ്ജക്റ്റ് ഇല്ല. യുവർ ഡോഗ് ബാർക്സ് എ ലോട്ട്. ഈ എക്സാമ്പിളിൽ ഒബ്ജക്റ്റ് ഇല്ല, ബാർക്സ് എന്നുള്ളതാണ് ഇൻട്രാൻസിറ്റീവ് വെർബ്. അതായത് ഒബ്ജക്റ്റിന്റെ സഹായത്തോടെ സെന്റൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ സെന്റൻസിലുള്ള വെർബിനെ ട്രാൻസിറ്റീവ് വെർബ് എന്നും, ഒബ്ജക്റ്റ് ഇല്ലാതെ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ സെന്റൻസിൽ വെർബിനെ ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്തത് റെഗുലർ വെർബ്. റെഗുലർ വെർബില് വെർബിന്റെ V1, V2, V3 ഫോമാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ V2 V3 സെയിം ആയിരിക്കും, മിക്കവാറും എല്ലാം ED ഫോമിലായിരിക്കും. എക്സാമ്പിൾ പ്ലേ, പ്ലേഡ്, പ്ലേഡ്. walk, walked, walked. jump, jumped, jumped. pull, pulled, pulled. push, pushed, pushed. remove, removed, removed. open, opened, opened. അങ്ങനെ ഇറഗുലർ വെർബ് എന്ന് പറയുമ്പോൾ V2, V3 ഫോം എല്ലാം, V1, V2, V3 ഫോം എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും, മൊത്തത്തിൽ വ്യത്യാസം ഉണ്ടാവും. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ചൂസ്, ചോസ്, ചോസൺ. eat, ate, eaten. know, knew, known. sing, sang, sung. write, wrote, written. Thank you. പിന്നെ നിങ്ങൾക്കും ക്യാമറ ഓൺ ചെയ്ത് കംഫർട്ടബിൾ ആണെങ്കിൽ ഓൺ ചെയ്ത് പറയുന്നത് കുറച്ചുകൂടി ബെറ്റർ ആണ്, കാരണം ഇത് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. അപ്പൊ അങ്ങനെ ക്യാമറ ഓൺ ചെയ്ത് നിങ്ങൾ പറയുമ്പോൾ കുറച്ച് ഓഫ്ലൈനിൽ ഒരു ഫീലിംഗ് കിട്ടും. മനസ്സിലായോ? ഫേസ് ടു ഫേസ് പറയുമ്പോൾ നിങ്ങൾ ക്ലാസ് ഓഫ്ലൈൻ ക്ലാസ്സിലാണോ എന്ന് ആ ഒരു ഫീലിംഗ് കിട്ടും. ഓൺലൈൻ നമുക്ക് തോന്നിക്കില്ല. ഓക്കെ, അപ്പൊ കുറച്ചുകൂടി നല്ലത് ക്യാമറ ഓൺ ചെയ്ത് പറയുന്നതാണ്. പക്ഷെ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം മതി, അതിൽ ഒരു നിർബന്ധവും ഒന്നുമില്ല. ഓക്കെ, സോ ഇന്നത്തെ ചാപ്റ്റർ മനസ്സിലായല്ലോ, ക്ലിയർ ആണല്ലോ, വേറെ ഡൗട്ടും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോ നാളെ നമുക്ക് മോക്ക് ടെസ്റ്റ് വെക്കാലോ. ഓക്കെ, ഓക്കെ. പിന്നെന്താണ്, അടുത്ത ക്ലാസ്സിലൊക്കെ എന്തെങ്കിലും ടോപ്പിക് പറയണോ, സംസാരിക്കാൻ താല്പര്യമുണ്ടോ? പറഞ്ഞോളൂ മാം, ചെയ്യാം. മാം. ടോപ്പിക് എന്താണ്? ഓക്കെ, കോൺഫിഡൻസ്. കോൺഫിഡൻസ് എന്ന് പറഞ്ഞ ടോപ്പിക് മനസ്സിലായല്ലോ? അന്നത്തെ പോലെ ഒരു പാരഗ്രാഫ് ചെയ്യണില്ലേ? അന്നത്തെ പോലെ ഒരു പാരഗ്രാഫ് എഴുതാനല്ലേ ഇംഗ്ലീഷ് ചെയ്ത പോലെ? ഇംഗ്ലീഷാണ്. കോൺഫിഡൻസിനെ കുറിച്ച് നമുക്ക് അറിയുന്നത് എഴുതാം അല്ലേ? നിങ്ങൾക്ക് ഇല്ലാത്ത സാധനമാണോ ഉള്ളതാണോ? അപ്പൊ ആ രീതിയിൽ നിങ്ങൾ എഴുതാം. ഈ ടോപ്പിക് നമ്മളുടെ തോട്ടിൽ എഴുതാം, നമ്മളുടെ വ്യൂല് എഴുതാം. നല്ലതാണ് മാം. അതിനുശേഷം നമുക്കൊരു കോൺഫിഡൻസ് കൂടിയുണ്ട് മാം അന്ന്. ഇനി കോൺഫിഡൻസിനെ കുറിച്ച് അപ്പൊ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് കോൺഫിഡൻസ് ഉള്ളതും കൂടെ ആ ടോപ്പിക്ക് ക്ലിയർ ആവും. എന്താണ് കോൺഫിഡൻസ്? ഓക്കെ, നിങ്ങൾ നന്നായിട്ട് അതിനെ കുറിച്ച് എഴുതാം, പ്രസന്റ് ചെയ്യാം. ഓക്കെ, അപ്പോ ഡേസിങ് ഓക്കെ മനസ്സിലായെന്നുണ്ട്. കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണ് വീഡിയോ ഓൺ ചെയ്യുന്നത്. ഓക്കെ, അറിയാം. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞത്, അങ്ങനെ വീഡിയോ ഓൺ ചെയ്ത് സംസാരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കാം. അത് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ചേഞ്ച് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം. പ്രത്യേകം ഞാനിത് പറയുന്നുണ്ട്, നിർബന്ധിക്കുന്നില്ല. കംഫർട്ടബിൾ ആണെങ്കിൽ മതി. അപ്പോ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ കോൺഫിഡൻസ് അല്ലെങ്കിൽ കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് നന്നായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.
നോട്ട് ചെയ്ത ശരി. പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പ്രാക്ടീസ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് പ്രസന്റ് ചെയ്യുക. ഞാൻ പറയുന്ന പോലെ ഭയങ്കര ടെൻഷൻ അടിച്ച് സ്പീഡിൽ ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. കൂളായിട്ട് റിലാക്സ് ചെയ്ത് സ്ലോവിൽ പറഞ്ഞാൽ മതി. അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഈ പറയുന്ന സ്ലോവും റിലാക്സും ഒക്കെ കിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾ ഇവിടുന്ന് വന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാകാതെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടാണോ ഇല്ലയോ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വന്നാലും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾ പറയുന്നതിന്റെ വ്യത്യാസം. ഓരോ ക്ലാസ്സും കഴിയും തോറും ഓരോ ടോപ്പിക് ഞാൻ തരുമ്പോൾ പറഞ്ഞ് നിങ്ങൾ അത്രയും ഇംഗ്ലീഷിനോട് കുറച്ചുകൂടെ അറ്റാച്ച്മെന്റ് ഉണ്ടാകും. മനസ്സിലായോ? അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ തന്നെ എഫോർട്ട് എടുക്കണം. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്ന പോലെ ഫോളോ ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വരാം, പ്രസന്റ് ചെയ്യാം. ഓക്കെ, മാക്സിമം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. എല്ലാവരും സംസാരിക്കാൻ പറയുമ്പോൾ കുറെ പേരൊക്കെ നിങ്ങൾ പോകും, പക്ഷെ മാക്സിമം പറയാൻ നോക്കാം. പേടി മാറും, കോൺഫിഡൻസ് കൂടും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ പ്രസന്റ് ചെയ്യുന്നതിൽ. അത് പ്രസന്റ് ചെയ്തവർക്ക് മനസ്സിലാവും, ചെയ്യാത്തവർക്ക് മനസ്സിലാവില്ല. ചെയ്തവർക്ക് അത് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് നിങ്ങൾ പ്രസന്റ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അറിയുള്ളൂ. അത് വൈൻഡപ്പ് ചെയ്യാന്നാല് സൈൻ ഔട്ട് മാം. ഓക്കെ, പറയൂ. I am Selina. Sign out of the day. An error does not become truth by reason of multiplied propagation, nor does truth become error because nobody sees it. Mahatma Gandhi. Thank you for your wonderful class, ma'am. Thank you all. Okay, thank you all. See you on the next class. Okay, bye. Thank you, ma'am. Bye. Thank you, ma'am.